17 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനികനായ അനീഷ് പി കെ സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സ്നേഹാദരവ് നൽകി. പള്ളിപ്പാട്ട് വീട്ടിൽ വെച്ച് പൊന്നാടയും മൊമൻ്റെയും നൽകിയാണ് ആദരിച്ചത്. നീണ്ട 17 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനികനും സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന സൈനിക കൂട്ടായ്മയിലെ അംഗവുമായ അനീഷ് പി കെ പള്ളിപ്പാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിൻ്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അംഗമായ അനീഷ് സർ 17 വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആലപ്പുഴയുടെ സ്വന്തം സൈനിക കൂട്ടായ്മ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച് നാട്ടിലെത്തുന്ന നമ്മുടെ അംഗങ്ങൾക്ക് ഒരു ആദരവ് നൽകുന്ന ചടങ്ങുണ്ട്. അതിനായാണ് നമ്മളിവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സൈനിക സേവനം എന്തൊക്കെ പറഞ്ഞാലും എത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമുള്ള ഒരു സേവന മേഖലയാണ്. നീണ്ട ഒരു കാലഘട്ടം ഒരു സൈനികന്റെ യൗവനവും നല്ല കാലവും മാതൃരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് ആരോഗ്യത്തോടെ തിരിച്ചെത്തുക എന്നുള്ളത് ഒരു സൈനികന്റെ കുടുംബത്തിന്റെ സ്വപ്നമാണ്. നമ്മുടെ അനീഷ് സർ ഇപ്പോൾ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 2ാം ഇന്നിങ്സ് തുടങ്ങുന്നതിന് വേണ്ടി സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ 2ാം ഇന്നിങ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പുഷ്പഹാരം അണിയിച്ച് ആദരിക്കുന്നതിനായി മനു നൂർനാട് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സെക്രട്ടറി അനിൽകുമാർ നങ്ങ്യാറുകുളങ്ങരയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. അംഗങ്ങളായ മാത്യു ചെറുതന, സിബിൻ ചെന്നിത്തല, രവീൺ, വിനയചന്ദ്രൻ പിള്ള കരുവാറ്റ, രാകേഷ് കരുവാറ്റ, കൃഷ്ണകുമാർ നങ്ങ്യാറുകുളങ്ങര, ഷംസുദ്ദീൻ ചിങ്ങോലി, ബിജു നൂറനാട്, സുനിൽകുമാർ ചെറുതന, ഷാജി മുട്ടം, ചിത്രഞ്ജൻ പള്ളിപ്പാട്, KNS നായർ പള്ളിപ്പാട്, രതീഷ് പള്ളിപ്പാട്, ജോർജ് ചെറുതന, ഹരികൃഷ്ണൻ ചെറുതന, സതീഷ് ചെറുതന, സുരേഷ് കുമാർ ചെങ്ങന്നൂർ, ആനന്ദ് മുട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. സൈനികന്റെ ബന്ധുക്കളും നാട്ടുകാരും പങ്കാളികളായി. CDNet ന്യൂസ്, ഹരിപ്പാട്.